Hi students, it's me Srirag, your physics teacher. Welcome back to my online physics class. Today we are going to start our third chapter in physics, which is electromagnetic induction, EMI. Okay, so this chapter is the reverse of our second chapter. Okay, what was we learned in our second chapter? That is magnetic effect of electricity. A current carrying conductor produces a magnetic field, isn't it? That is, ഒരു കണ്ടക്ടറിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് അറൗണ്ട് ആയിട്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? അതാണ് നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ പഠിച്ചത്. സോ ഈ ചാപ്റ്ററിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ്, ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കണ്ടക്ടർ മൂവ് ചെയ്താൽ ആ കണ്ടക്ടറിൽ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും. ദാറ്റ് ഈസ്, നമുക്ക് ഇലക്ട്രിസിറ്റി ഇങ്ങോട്ട് കിട്ടും. ഓക്കെ, so let's start. Electricity. The electricity is generated when a conductor is moved in a magnetic field. Okay, ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കണ്ടക്ടർ മൂവ് ചെയ്താൽ ആ കണ്ടക്ടറിൽ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യും, ദാറ്റ് ഈസ് പ്രൊഡ്യൂസ് ചെയ്യും. ദിസ് വാസ് എക്സ്പെരിമെന്റലി പ്രൂവ്ഡ് ബൈ ദ സയന്റിസ്റ്റ് മൈക്കൽ ഫാരഡേ ഫോർ ദി ഫസ്റ്റ് ടൈം. ഓക്കെ, സോ മൈക്കൽ ഫാരഡേ, ഫാദർ ഓഫ് ഇലക്ട്രിസിറ്റി അല്ലെ, മൈക്കൽ ഫാരഡേ ആണ് ആദ്യമായിട്ട് ഇത് എക്സ്പെരിമെന്റലി പ്രൂവ് ചെയ്ത്. ഓക്കെ, ദെൻ ഗാൽവനോമീറ്റർ. ഓക്കെ, സോ ഇത് ഔട്ട് ഓഫ് സിലബസ് ആണ്. സോ നിങ്ങൾ ഈ ചാപ്റ്ററിൽ ഗാൽവനോമീറ്റർ എന്ന് പറയുന്ന ഡിവൈസ് ഇനി കൂടെ കാണാൻ പോവാണ്. സോ എന്താണ് ഗാൽവനോമീറ്റർ എന്ന് പറയുന്ന ഡിവൈസ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഇറ്റ് ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഡയറക്ഷൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് കറന്റ് ഇൻ എ കണ്ടക്ടർ. ഓക്കെ, ദാറ്റ് ഈസ്, ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കണ്ടക്ടർ നമ്മളൊരു ഗാൽവനോമീറ്ററിലേക്ക് കണക്ട് ചെയ്താൽ ആ ഗാൽവനോമീറ്ററിലെ നീഡിൽ ഡിഫ്ലക്ട് ചെയ്യും. ഓക്കെ, സോ ഗാൽവനോമീറ്ററിന്റെ പിക്ചർ ഞാനിവിടെ കാണിക്കാം. സോ ഒരു കണ്ടക്ടർ ഗാൽവനോമീറ്ററുമായിട്ട് സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ ആ കണ്ടക്ടറിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഗാൽവനോമീറ്ററിലെ നീഡിൽ ഡിഫ്ലക്ട് ചെയ്യും. ഓക്കെ, ഇൻ ദ നോർമൽ പൊസിഷൻ ദ നീഡിൽ റെസ്റ്റ് അറ്റ് 0. ഓക്കെ, ദാറ്റ് ഈസ്, നോർമൽ പൊസിഷനിൽ ഗാൽവനോമീറ്ററിന്റെ നീഡിൽ 0 ആയിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ്, അവിടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നില്ലെങ്കിൽ നീഡിൽ 0-ലായിരിക്കും. വെൻ കറന്റ് പാസസ് ത്രൂ ഇറ്റ് ദ നീഡിൽ ഡിഫ്ലക്ട്സ് റൈറ്റ് ഓർ ലെഫ്റ്റ്. സോ കണ്ടക്ടറിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാൻ തുടങ്ങിയാൽ ആ നീഡിൽ 0ന്റെ ലെഫ്റ്റ് സൈഡിലേക്കോ റൈറ്റ് സൈഡിലേക്കോ ഡിഫ്ലക്ട് ചെയ്യും. ദാറ്റ് ഈസ് ഡിപ്പെൻഡിങ് ഓൺ ദ ഡയറക്ഷൻ ഓഫ് കറന്റ്. കറന്റ് പാസ് ചെയ്യുന്ന ഡയറക്ഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അത് ലെഫ്റ്റിലേക്ക് ഡിഫ്ലക്ട് ചെയ്യണോ റൈറ്റിലേക്ക് ഡിഫ്ലക്ട് ചെയ്യണോ എന്നുള്ളത്. ഓക്കെ, ദ ഡിഫ്ലക്ഷൻ ഇൻക്രീസസ് വിത്ത് ദ ഇൻക്രീസ് ഇൻ കറന്റ്. സോ കണ്ടക്ടറിലൂടെ പാസ് ചെയ്യുന്ന കറന്റിന്റെ എമൗണ്ട് ഇൻക്രീസ് ചെയ്താൽ ഡിഫ്ലക്ഷനും ഇൻക്രീസ് ചെയ്യും. സിമ്പിൾ ഓഫ് ഗാൽവനോമീറ്റർ കണ്ടില്ല എല്ലാവരും? ഇറ്റ് ഈസ് കണക്റ്റഡ് സീരീസ് ടു എ കണ്ടക്ടർ. സോ ഒരു കണ്ടക്ടറിന് സീരീസ് ആയിട്ടാണ് നമ്മൾ ഗാൽവനോമീറ്റർ കണക്ട് ചെയ്യേണ്ടത്. സോ ഇത്രയാണ് ഗാൽവനോമീറ്ററിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ദെൻ ഓർ ഫസ്റ്റ് ടോപ്പിക്, ഇൻഡ്യൂസ്ഡ് EMF ഇൻ എ സോളിനോയിഡ്, എക്സ്പെരിമെന്റ് ഓഫ് മൈക്കൽ ഫാരഡേ. സോ മൈക്കൽ ഫാരഡേ ചെയ്ത ഫസ്റ്റ് എക്സ്പെരിമെന്റ് ആണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്, ഇൻഡ്യൂസ്ഡ് EMF ഇൻ എ സോളിനോയിഡ്. ഓക്കെ, സോ EMF എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ആണ് അഥവാ കറണ്ട് ആണ്. ഓക്കെ, EMFന്റെ ഫുൾ ഫോം ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് എന്നാണ്. ഓക്കെ, സോ EMF ഇൻഡ്യൂസ് ചെയ്യാം ഇൻ എ സോളിനോയിഡ്. സോ സോളിനോയിഡ് എന്താണ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ്. സോളിനോയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ സോളിനോയിഡ് ഈസ് ആൻ ഇൻസുലേറ്റഡ് വയർ വൗണ്ട് ഇൻ ദ ഷേപ്പ് ഓഫ് എ ഹെലിക്സ്. ഓക്കെ, സോ ഹെലിക്സ് ഷേപ്പിൽ ഒരു കണ്ടക്ടർ വൗണ്ട് ചെയ്തിരിക്കുന്നതിനെ ആണ് നമ്മൾ എന്ത് വിളിക്കുക? സോളിനോയിഡ് എന്ന് വിളിക്കുക. ഓക്കെ, സോ ഒരു സോളിനോയിഡിൽ EMF ഇൻഡ്യൂസ് ചെയ്യുന്ന അഥവാ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന എക്സ്പെരിമെന്റ് ആണ് നമ്മളിനി ചെയ്യാൻ പോകുന്നത്. സോ മെറ്റീരിയൽസ് റിക്വയർഡ്, നമുക്ക് ആവശ്യമായ മെറ്റീരിയൽസ് ബാർ മാഗ്നറ്റ്, സോളിനോയിഡ്, ഗാൽവനോമീറ്റർ, ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ളത്. പ്രൊസീജിയർ. സോ എല്ലാവരും ഫിഗറിലേക്ക് നോക്കൂ. ഒരു സോളിനോയിഡ് ഉണ്ട്. സോളിനോയിഡിൽ സീരീസ് ആയിട്ട് ഗാൽവനോമീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലെ. ദെൻ ഒരു ബാർ മാഗ്നറ്റ്, സൗത്ത് പോളും നോർത്ത് പോളും ഉള്ള ഒരു ബാർ മാഗ്നറ്റ് നമ്മൾ ആ സോളിനോയിഡിനുള്ളിലേക്ക് കടത്തുന്നുണ്ട്. ദെൻ രണ്ടാമത്തെ ഫിഗർ നോക്കൂ. ആ ബാർ മാഗ്നറ്റ് നമ്മൾ സോളിനോയിഡിൽ നിന്ന് പുറത്തേക്കാണ് മൂവ് ചെയ്യിപ്പിക്കുന്നത് അല്ലെ. സോ ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതായത് ഒരു സോളിനോയിഡിനുള്ളിലേക്ക് ഒരു ബാർ മാഗ്നറ്റ് കടത്തി വെക്കുക. ദെൻ കുറച്ച് കഴിഞ്ഞിട്ട് അത് പുറത്തേക്ക് എടുക്കുക. സോ അവിടെ അപ്പോൾ ആ സോളിനോയിഡിൽ ഒരു ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും. സോ എപ്പോഴൊക്കെയാണ് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുക നമുക്ക് നോക്കാം.
ഓക്കെ. സോ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഗാൽവനോമീറ്ററിൽ ഒരു ഡിഫ്ലക്ഷൻ ഉണ്ടായിരിക്കും. ഓക്കെ. സോ ഈ ഫിഗറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഫസ്റ്റ് പിക്ചറിൽ ഗാൽവനോമീറ്ററിന്റെ നീഡിൽ ഡിഫ്ലക്ട് ചെയ്യുന്നത് റൈറ്റ് സൈഡിലേക്കാണ്. സെക്കൻഡ് പിക്ചറിൽ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് നീഡിൽ ഡിഫ്ലക്ട് ചെയ്യുന്നത്, അല്ലെ? ദാറ്റ് ഈസ് ലെഫ്റ്റ് സൈഡിലേക്കാണ്. ഓക്കെ. സോ നമ്മുടെ ഒബ്സർവേഷൻസ് നമുക്ക് നോക്കാം. സോ ഇൻ ദ ടേബിൾ ദർ ഈസ് എക്സ്പെരിമെന്റൽ പ്രൊസീജിയർ, ദെൻ സെക്കൻഡ് കോളം ഒബ്സർവേഷൻ, ദാറ്റ് ഈസ് ഗാൽവനോമീറ്റർ നീഡിൽ ഉണ്ടാവുന്ന ഡിഫ്ലക്ഷൻ ആണ് നമ്മുടെ ഒബ്സർവേഷൻ നമുക്ക് നോക്കേണ്ടത്. ഡിഫ്ലക്ട്സ് ഓർ നോട്ട്, ഡയറക്ഷൻ ലെഫ്റ്റ് ഓർ റൈറ്റ്. സോ ഡിഫ്ലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഡയറക്ഷൻ ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ നമ്മൾ എഴുതണം. ഓക്കെ. സോ ഫസ്റ്റ് എക്സ്പെരിമെന്റൽ പ്രൊസീജിയർ, ദ മാഗ്നറ്റ് ഈസ് സ്റ്റേഷനറി നിയർ ദ സോളിനോയിഡ്. സോ സോളിനോയിഡിന്റെ അടുത്ത് മാഗ്നറ്റ്, ബാർ മാഗ്നറ്റ് ജസ്റ്റ് കൊണ്ടുവയ്ക്കുക, മൂവ് ചെയ്യിപ്പിക്കൊന്നും വേണ്ട, ജസ്റ്റ് സോളിനോയിഡിന്റെ അടുത്തേക്ക് ബാർ മാഗ്നറ്റ് കൊണ്ടുവയ്ക്കുക. സോ ഗാൽവനോമീറ്ററിൽ ഡിഫ്ലക്ഷൻ ഉണ്ടായിരിക്കുമോ? നോട്ട്. സോ ഡിഫ്ലക്ട് ചെയ്യാഞ്ഞാൽ ഡയറക്ഷൻ ഉണ്ടായിരിക്കുമോ? നോ. സെക്കൻഡ് പ്രൊസീജിയർ, നോർത്ത് പോൾ ഓഫ് ദി മാഗ്നറ്റ് ഈസ് മൂവ്ഡ് ഇൻ ടു ദ സോളിനോയിഡ്. സോ ബാർ മാഗ്നറ്റിന്റെ നോർത്ത് പോള് സോളിനോയിഡിനുള്ളിലേക്ക് മൂവ് ചെയ്യിപ്പിക്കുക. ഓക്കെ. സോ ദർ ഈസ് ഡിഫ്ലക്ഷൻ ഇൻ ദ ഗാൽവനോമീറ്റർ നീഡിൽ. വിച്ച് ഡയറക്ഷൻ? റൈറ്റ് ഡയറക്ഷൻ. ഓക്കെ. സോ നമ്മൾ നോർത്ത് പോള് സോളിനോയിഡിനുള്ളിലേക്ക് മൂവ് ചെയ്യിപ്പിക്കുമ്പോൾ ഗാൽവനോമീറ്ററിന്റെ നീഡിൽ റൈറ്റ് സൈഡിലേക്ക് ഡിഫ്ലക്ട് ചെയ്യും. ദാറ്റ് ഈസ് ഗാൽവനോമീറ്ററിന്റെ നീഡിൽ ഡിഫ്ലക്ട് ചെയ്താൽ എന്താണ് അത് മീൻ ചെയ്യുന്നത്? അവിടെ ഒരു EMF ഇൻഡ്യൂസ് ചെയ്തു, അല്ലെങ്കിൽ അവിടെ ഒരു ഇലക്ട്രിസിറ്റി കറണ്ട് പ്രൊഡ്യൂസ് ചെയ്തു, ചെറിയൊരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്തു. ക്ലിയർ? ദെൻ തേർഡ് പ്രൊസീജിയർ, ദ മാഗ്നറ്റ് ഈസ് സ്റ്റേഷനറി ഇൻസൈഡ് ദ സോളിനോയിഡ്. ബാർ മാഗ്നറ്റിന്റെ നോർത്ത് പോള് സോളിനോയിഡിനുള്ളിലേക്ക് മൂവ് ചെയ്തു, ദെൻ അതവിടെ റെസ്റ്റിൽ വെക്കുക. ഓക്കെ. സോളിനോയിഡിനുള്ളിൽ വെക്കുക. സോ വാട്ട് ഈസ് ദ ഒബ്സർവേഷൻ? ദർ ഈസ് നോ ഡിഫ്ലക്ഷൻ, ദെൻ ഡയറക്ഷൻ നോ. ദെൻ ഫോർത്ത് പ്രൊസീജിയർ, ദ മാഗ്നറ്റ് ഈസ് മൂവ്ഡ് ഔട്ട് ഓഫ് ദി സോളിനോയിഡ്. ദെൻ ഇനി നമ്മൾ ചെയ്യേണ്ടത് സോളിനോയിഡിനുള്ളിൽ നിന്നും ബാർ മാഗ്നറ്റ് പുറത്തേക്ക് മൂവ് ചെയ്യിപ്പിക്കുക. ഓക്കെ. ഔട്ട് ഓഫ് ദി സോളിനോയിഡ്. സോ ദർ ഈസ് എ ഡിഫ്ലക്ഷൻ ഇൻ ദി ഗാൽവനോമീറ്റർ. ദ ഡിഫ്ലക്ഷൻ ഈസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ലെഫ്റ്റ്. ദാറ്റ് ഈസ് നമ്മൾ സോളിനോയിഡിനുള്ളിലേക്ക് ബാർ മാഗ്നറ്റ് മൂവ് ചെയ്യിപ്പിച്ചപ്പോഴുള്ള ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് ഇപ്പോൾ ഗാൽവനോമീറ്റർ നീഡിൽ ഡിഫ്ലക്ട് ചെയ്ത്. ക്ലിയർ? ദെൻ ഫിഫ്ത്ത് പ്രൊസീജിയർ, ദ സൗത്ത് പോൾ ഓഫ് ദി മാഗ്നറ്റ് ഈസ് മൂവ്ഡ് ഇൻ ടു ദ സോളിനോയിഡ്. ഇനി നമ്മൾ ഓപ്പോസിറ്റ് പോളാണ് സോളിനോയിഡിനുള്ളിലേക്ക് മൂവ് ചെയ്യിപ്പിക്കാൻ പോകുന്നത്. ഓക്കെ. മാഗ്നറ്റിന്റെ സൗത്ത് പോളാണ് ഇനി നമ്മൾ സോളിനോയിഡിനുള്ളിലേക്ക് കടത്തി വെക്കാൻ പോകുന്നത്. സോ വാട്ട് ഈസ് ഒബ്സർവേഷൻ? ദർ ഈസ് ഡിഫ്ലക്ഷൻ ഇൻ ദ ഗാൽവനോമീറ്റർ നീഡിൽ. വിച്ച് ഡയറക്ഷൻ? ലെഫ്റ്റ് ഡയറക്ഷൻ, അല്ലെ? സോ നമ്മൾ നേരത്തെ നോർത്ത് പോള് സോളിനോയിഡിനുള്ളിലേക്ക് മൂവ് ചെയ്യിപ്പിച്ചപ്പോൾ ഗാൽവനോമീറ്ററിന്റെ ഡിഫ്ലക്ഷൻ റൈറ്റ് സൈഡിലേക്കായിരുന്നു. സോ ഇപ്പൊ നമ്മൾ സൗത്ത് പോളാണ് ഉള്ളിലേക്ക് മൂവ് ചെയ്യിപ്പിച്ചത്. സോ ഏത് സൈഡിലേക്കാണ് ഡിഫ്ലക്ഷൻ? ലെഫ്റ്റ് സൈഡിലേക്കാണ്. ക്ലിയർ? ദെൻ സിക്സ്ത് പ്രൊസീജിയർ, മാഗ്നറ്റ് ആൻഡ് സോളിനോയിഡ് ആർ മൂവ്ഡ് ഇൻ ദ സെയിം ഡയറക്ഷൻ അറ്റ് ദ സെയിം സ്പീഡ്. സോ മാഗ്നറ്റും സോളിനോയിഡും സെയിം ഡയറക്ഷനിലേക്ക് സെയിം സ്പീഡിൽ മൂവ് ചെയ്യിപ്പിക്കാം. സോ ദർ ഈസ് നോ ഡിഫ്ലക്ഷൻ. ക്ലിയർ? സോ ദർ ഈസ് നോ induced EMF in the solenoid. Okay. Then last procedure, the solenoid is moved keeping the magnet stationary. So ഇനി നമ്മൾ മാഗ്നറ്റ് സ്റ്റേഷനറി ആക്കി വെക്കുകയാണ്. ദാറ്റ് ഈസ് മാഗ്നറ്റ് റെസ്റ്റിൽ വെക്കുക, എന്നിട്ട് മാഗ്നറ്റിനുള്ളിലേക്ക് സോളിനോയിഡ് മൂവ് ചെയ്യിപ്പിക്കുക. ഓക്കെ. സോ ദർ ഈസ് എ ഡിഫ്ലക്ഷൻ ഇൻ ദി ഗാൽവനോമീറ്റർ. ദാറ്റ് മീൻസ് ദർ ഈസ് എ ഇൻഡ്യൂസ്ഡ് EMF ഇൻ ദി സോളിനോയിഡ്. വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ദി നീഡിൽ? ലെഫ്റ്റ് ഓർ റൈറ്റ്? ദാറ്റ് ഈസ് മാഗ്നറ്റിന്റെ പോൾസ് മാറുന്നതിനനുസരിച്ച് നീഡിലിന്റെ ഡയറക്ഷനും മാറും. ഓക്കെ. സോ റിപ്പീറ്റ് ദ എക്സ്പെരിമെന്റ്. എങ്ങനെയാണ് എക്സ്പെരിമെന്റ് റിപ്പീറ്റ് ചെയ്യേണ്ടത്? ദർ ഈസ് 3 പ്രൊസീജിയർ. ഫസ്റ്റ് വൺ, നമ്പർ ഓഫ് ടേൺസ് ഇൻക്രീസ്ഡ്. ദാറ്റ് ഈസ് സോളിനോയിഡിന്റെ ടേൺസ് ഇൻക്രീസ് ചെയ്യുക, ചുറ്റുകളുടെ എണ്ണം ഇൻക്രീസ് ചെയ്യിപ്പിക്കുക. ദെൻ സ്ട്രോങ് മാഗ്നറ്റ് ഈസ് യൂസ്ഡ്. തേർഡ് വൺ, മാഗ്നറ്റ് ഓർ സോളിനോയിഡ് മൂവ്സ് വിത്ത് ഗ്രേറ്റർ സ്പീഡ്. ദാറ്റ് ഈസ് നമ്മൾ മൂവ് ചെയ്യിപ്പിക്കുന്ന സ്പീഡ് ഇൻക്രീസ് ചെയ്യിപ്പിക്കാം. ഓക്കെ. അത് മാഗ്നറ്റ് മൂവ് ചെയ്യിപ്പിക്കാം, അല്ലെങ്കിൽ സോളിനോയിഡ് മൂവ് ചെയ്യിപ്പിക്കാം. ഓക്കെ. സോ ഏതെങ്കിലും ഒന്ന് റെസ്റ്റിൽ വെച്ചിട്ട് മറ്റേത് മൂവ് ചെയ്യിപ്പിച്ചാൽ മതി. ഓക്കെ. സോ ആ മൂവ് ചെയ്യിപ്പിക്കുന്ന സ്പീഡ് ഇൻക്രീസ് ചെയ്യിപ്പിക്കാം. സോ വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ ദ ഡിഫ്ലക്ഷൻ ഓഫ് ദി ഗാൽവനോമീറ്റർ നീഡിൽ?
ഇൻക്രീസസ് ഓർ ഡിക്രീസസ്. ഗാൽവനോമീറ്ററിന്റെ നീഡിൽ ഉണ്ടായിരിക്കുന്ന ഡിഫ്ലക്ഷൻ ഇൻക്രീസ് ചെയ്യുമോ ഡിക്രീസ് ചെയ്യുമോ അതാണ് നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ടത്. ഓക്കെ, സോ വി ക്യാൻ സീ ദാറ്റ് വെൻ ദ നമ്പർ ഓഫ് ടേൺസ് ഇൻക്രീസ്ഡ് the deflection of the galvanometer needle increases. That means more induced EMF is produced. Okay, what is the second observation? When strong magnet is used, the deflection of galvanometer needle increases. So induced EMF is increases. Okay, third one, magnet or solenoid moves with a greater speed. What is observation? Deflection of the galvanometer needle increases. Okay, so these are the observation when we repeat the experiment. So then we can conclude our findings. What are our conclusions? Whenever there is a relative motion between bar magnet and a solenoid happens, a current is induced or generated in the solenoid, that is the galvanometer deflects. Clear? ബാർ മാഗ്നറ്റോ സോളിനോയിഡോ ഏതെങ്കിലും ഒന്ന് റെസ്റ്റിൽ വെച്ചിട്ട് മറ്റേത് അതിനുള്ളിലേക്ക് മൂവ് ചെയ്യിപ്പിച്ചാൽ അവിടെ ഒരു കറന്റ് ഇൻഡ്യൂസ് ചെയ്യും. ക്ലിയർ? ദെൻ വെൻ ബോത്ത് മാഗ്നറ്റ് ആൻഡ് സോളിനോയിഡ് ആർ സ്റ്റേഷനറി വിത്ത് റെസ്പെക്ട് ടു ഈച്ച് അതർ ദർ ഈസ് നോ ഇൻഡ്യൂസ്ഡ് കറന്റ് ഇൻ ദ സോളിനോയിഡ്, ദാറ്റ് ഈസ് ഗാൽവനോമീറ്റർ ഡസ് നോട്ട് ഡിഫ്ലക്ട്. സോ മാഗ്നറ്റും സോളിനോയിഡും സ്റ്റേഷനറി ആക്കി വെച്ചാൽ അവിടെ കറന്റ് പ്രൊഡ്യൂസ് ചെയ്യില്ല, ദാറ്റ് ഈസ് ഗാൽവനോമീറ്റർ ഡസ് നോട്ട് ഡിഫ്ലക്ട്സ്. ഓക്കെ, സോ കറന്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് ഗാൽവനോമീറ്റർ ഡിഫ്ലക്ട് ചെയ്യുക. ക്ലിയർ? അതുപോലെ തന്നെ ബാർ മാഗ്നറ്റും സോളിനോയിഡും സെയിം ഡയറക്ഷനിലേക്ക് സെയിം സ്പീഡിൽ മൂവ് ചെയ്യിപ്പിച്ചാലും അവിടെ കറന്റ് ഇൻഡ്യൂസ് ചെയ്യില്ല. ക്ലിയർ? സോ അവിടെ റിലേറ്റീവ് മോഷനാണ് വേണ്ടത്, ദാറ്റ് ഈസ് ഒന്ന് റെസ്റ്റിലായിരിക്കണം മറ്റേത് മൂവിങ്ങിലായിരിക്കണം. ക്ലിയർ? ദെൻ factors which influence the induced current in the solenoid. So what are the factors influence the induced EMF? Number of turns of the coiled conductor, that is solenoid, strength of the bar magnet, relative speed of bar magnet or solenoid. Clear? So solenoidന്റെ number of turns increase ചെയ്താലും സ്ട്രോങ് ബാർ മാഗ്നറ്റ് യൂസ് ചെയ്താലും അതുപോലെ തന്നെ റിലേറ്റീവ് സ്പീഡ് ഓഫ് ദി ബാർ മാഗ്നറ്റ് ആൻഡ് സോളിനോയിഡ് ഇൻക്രീസ് ചെയ്താലും നമുക്ക് അവിടെ ഇൻഡ്യൂസ്ഡ് EMF ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ക്ലിയർ? നമുക്ക് അവിടെ കിട്ടുന്ന കറന്റിന്റെ എമൗണ്ട് ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഡിക്രീസ് ചെയ്താലോ നമുക്ക് അവിടെ കിട്ടുന്ന കറന്റും ഡിക്രീസ് ചെയ്യും. ഓക്കെ, ഹൗ ഇൻക്രീസ് ദ EMF ഇൻഡ്യൂസ്ഡ് ഇൻ എ സോളിനോയിഡ്? By increasing the number of turns of the solenoid, by increasing the strength of the bar magnet, by increasing the relative speed of the bar magnet or solenoid. Clear? So we are entering to the or first main topic, electromagnetic induction by Michael Faraday. Okay, so let's start. What is electromagnetic induction? We can define that whenever there is a change in the magnetic flux linked with a coil, an EMF is induced in the coil. This phenomenon is known as electromagnetic induction. Clear? So നമ്മൾ നേരത്തെ ചെയ്ത എക്സ്പെരിമെന്റിന്റെ പ്രിൻസിപ്പിൾ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായോ? അതായത് എന്തുകൊണ്ടാണ് സോളിനോയിഡിലെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്തത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായോ? അതായത് ഒരു ബാർ മാഗ്നറ്റിനുള്ളിലേക്ക് ഒരു സോളിനോയിഡ് മൂവ് ചെയ്യിപ്പിക്കുമ്പോൾ ആ ബാർ മാഗ്നറ്റിന് എറൗണ്ട് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് സംഭവിക്കുകയാണ്. സോ ആ ചേഞ്ച് കാരണമാണ് അവിടെ ഒരു കറണ്ട് ഇൻഡ്യൂസ് ചെയ്യുന്നത്. ക്ലിയർ? സോ മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് സംഭവിച്ചാൽ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ദാറ്റ് ഈസ് ദ പ്രിൻസിപ്പിൾ, ദാറ്റ് ഈസ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഓക്കെ, സോ മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് സംഭവിച്ചാൽ ദർ പ്രൊഡ്യൂസ് എ electricity. So change means it's a breaking. Okay, magnetic flux break ചെയ്യുക. Okay, so you can see the figure in my note. When the magnet is brought near or mover away from the solenoid, there occur a change in magnetic flux linked with the solenoid. This produces EMF. Okay, so ഈ ബാർ മാഗ്നറ്റ് സോളിനോയിഡിനടുത്തേക്ക് കൊണ്ടുവരുമ്പോഴോ അല്ലെങ്കിൽ സോളിനോയിഡിൽ നിന്ന് മൂവ് ചെയ്യിപ്പിക്കുമ്പോഴോ ആ ബാർ മാഗ്നറ്റിന് എറൗണ്ട് ആയിട്ടുള്ള ഫ്ലക്സ് സോളിനോയിഡുമായിട്ട് ലിങ്ക് ചെയ്യുകയും അതിന് ചേഞ്ച് സംഭവിക്കുകയും ചെയ്യും, അഥവാ അത് ബ്രേക്ക് ചെയ്യും. ആ ബാർ മാഗ്നറ്റ് മൂവ് ചെയ്യുമ്പോൾ
സോളിനോയിഡുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് സംഭവിക്കും അഥവാ ബ്രേക്ക് സംഭവിക്കും. ഓക്കെ, അതിന്റെ റിസൾട്ടായിട്ട് ആ സോളിനോയിഡിൽ ഒരു ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും. ക്ലിയർ? Then the current induced is called induced current. The voltage induced is called induced EMF. Factors affecting the direction of induced current, direction of magnetic field and direction of movement of conductor or solenoid. Okay. So solenoidൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻഡ്യൂസ്ഡ് കറന്റിന്റെ ഡയറക്ഷൻ എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്? മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനെയും അതുപോലെ തന്നെ ആ സോളിനോയിഡിന്റെ ഡയറക്ഷൻ ഓഫ് മൂവ്മെന്റിനെയും. ഓക്കെ, സോ ഇത് രണ്ടും ചേഞ്ച് ചെയ്താൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന EMFന്റെ കറന്റിന്റെ ഡയറക്ഷനും ചേഞ്ച് ചെയ്യും. ക്ലിയർ? The British scientist John Ambrose Fleming discovered that the induced EMF would be maximum if the conductor is moved perpendicular to the magnetic field lines. സോ ബ്രിട്ടീഷ് സയന്റിസ്റ്റ് ആയ ജോൺ ആംബ്രോസ് ഫ്ലെമിംഗ് എന്താണ് കണ്ടുപിടിച്ചത്? ഒരു കണ്ടക്ടറിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF മാക്സിമം ആയിരിക്കും എപ്പോൾ? ഇഫ് ദ കണ്ടക്ടർ ഈസ് മൂവ്ഡ് പെർപെൻഡിക്കുലർ ടു ദി മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. ഓക്കെ, ദാറ്റ് ഈസ് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു കണ്ടക്ടർ മൂവ് ചെയ്താൽ ആ കണ്ടക്ടറിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന കറണ്ട് എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും. സോ പെർപെൻഡിക്കുലർ ആയിട്ടാണ് നമ്മൾ മൂവ് ചെയ്യിപ്പിക്കുന്നത്. സോ അപ്പം മാക്സിമം നമുക്ക് കറണ്ട് ആ കണ്ടക്ടറിൽ ഇൻഡ്യൂസ് ചെയ്യിപ്പിക്കാൻ പറ്റും. ക്ലിയർ? He also said that relation between the direction of magnetic field, the direction of moment of conductor and direction of induced current could be explained in a simple way. This is known as Fleming's right hand rule. Okay, so in the previous chapter we already learned about Fleming's left hand rule, isn't it? So in this chapter we want to study about Fleming's right hand rule. Okay, സോ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ച സെയിം റൂൾ തന്നെയാണ്, പക്ഷെ നമ്മുടെ ഹാൻഡ് ഒന്ന് മാറ്റി കൊടുക്കുക. ലെഫ്റ്റ് എന്നുള്ളത് റൈറ്റ് ആക്കുക. ഓക്കെ, സോ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ച ലെഫ്റ്റ് ഹാൻഡ് റൂൾ എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും. സെയിം റൂൾ തന്നെയാണ് നമ്മളിവിടെ പഠിക്കുന്നത്. സോ നമ്മുടെ ഹാൻഡ് ഏതായിരിക്കണം? റൈറ്റ് ആയിരിക്കണം. അത്രയേ ഉള്ളൂ. സോ വി ക്യാൻ ഡിഫൈൻ ദാറ്റ്. ഇമാജിൻ എ കണ്ടക്ടർ മൂവിംഗ് പെർപെൻഡിക്കുലർ ടു എ മാഗ്നറ്റിക് ഫീൽഡ്. സ്ട്രെച്ച് ദ forefinger, middle finger and the thumb in mutually perpendicular direction. If the forefinger represents the direction of the magnetic field and the thumb represents the direction of motion of the conductor, then the middle finger represents the direction of the induced current. Okay, so നമ്മുടെ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മുടെ ഫിംഗേഴ്സ് ഏതൊക്കെ ക്വാണ്ടിറ്റീസ് ആണോ റെപ്രസെന്റ് ചെയ്തത് സെയിം ക്വാണ്ടിറ്റീസ് തന്നെയാണ് ഇവിടെയും റെപ്രസെന്റ് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ ഹാൻഡ് മാറിയിട്ടുണ്ട്. അവിടെ ലെഫ്റ്റ് ആയിരുന്നു, ഇവിടെ റൈറ്റ് ഹാൻഡ് ആണ്. സോ ഇവിടെ റൈറ്റ് ഹാൻഡിലെ ഫോർഫിംഗർ മാഗ്നറ്റിക് ഫീൽഡിനെയും തമ്പ് ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദി കണ്ടക്ടറിനെയും മിഡിൽ ഫിംഗർ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് കറന്റിനെയുമാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ക്ലിയർ? സോ കഴിഞ്ഞ ചാപ്റ്ററിൽ നമുക്ക് ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് കണ്ടക്ടർ ആയിരുന്നു കണ്ടുപിടിക്കേണ്ടിരുന്നത് അല്ലെ? ഇവിടെ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഇൻഡ്യൂസ്ഡ് കറന്റിന്റെ ഡയറക്ഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ ഇൻഡ്യൂസ്ഡ് കറന്റിന്റെ ഡയറക്ഷൻ ഏത് ഫിംഗർ ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്? മിഡിൽ ഫിംഗർ ആണ്. സോ കഴിഞ്ഞ ചാപ്റ്ററിലെയും കറന്റിന്റെ ഡയറക്ഷൻ എന്തായിരുന്നു? മിഡിൽ ഫിംഗർ ആയിരുന്നു. സോ ഇവിടെയും മിഡിൽ ഫിംഗർ തന്നെയാണ്. സോ നമുക്ക് ആവശ്യമുള്ള ഫിംഗർ ഇവിടെ മിഡിൽ ഫിംഗർ ആണ്. കഴിഞ്ഞ ചാപ്റ്ററിൽ നമുക്ക് ആവശ്യമുണ്ടായിരുന്ന ഫിംഗർ തമ്പായിരുന്നു. സോ ഇവിടെ നമുക്ക് മിഡിൽ ഫിംഗർ ആണ് ആവശ്യമുള്ളത്. കാരണം നമുക്ക് ഇൻഡ്യൂസ്ഡ് കറന്റിന്റെ ഡയറക്ഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ? ദാറ്റ് ഈസ് ഒരു മാഗ്നറ്റിക് ഫീൽഡിലേക്ക് ഒരു കണ്ടക്ടർ പെർപെൻഡിക്കുലർ ആയിട്ട് മൂവ് ചെയ്താൽ ആ കണ്ടക്ടറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ദാറ്റ് ഈസ് ഇൻഡ്യൂസ് ചെയ്യുന്ന EMFന്റെ കറന്റിന്റെ ഡയറക്ഷൻ നമുക്ക് കണ്ടുപിടിക്കണം. സോ അത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടത്? ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. സോ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ എന്താ പറയുന്നത്? നമ്മുടെ റൈറ്റ് ഹാൻഡിലെ തമ്പ്, ഫോർഫിംഗർ, മിഡിൽ ഫിംഗർ, സോ ഇത് മൂന്നും പെർപെൻഡിക്കുലർ ആയിട്ട് വെക്കുക. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ വെച്ചില്ലേ, അതേപോലെ റൈറ്റ് ഹാൻഡിലെ തമ്പ്, ഫോർഫിംഗർ, മിഡിൽ ഫിംഗർ പെർപെൻഡിക്കുലർ ആയിട്ട് വെക്കുക. ഓക്കെ, ഈ മൂന്ന് ഫിംഗേഴ്സും പെർപെൻഡിക്കുലർ ആയിട്ട് വെക്കുക. ദെൻ തമ്പ് റെപ്രസെന്റ് ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദി കണ്ടക്ടർ. ദെൻ മിഡിൽ ഫിംഗർ റെപ്രസെന്റ് ദ ഡയറക്ഷൻ ഓഫ് കറന്റ് ആൻഡ് ഫോർഫിംഗർ റെപ്രസെന്റ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ക്ലിയർ? സോ
ഏത് ഡയറക്ഷനിലേക്കാണോ നമ്മൾ കണ്ടക്ടർ മൂവ് ചെയ്യിപ്പിക്കുന്നത് ആ ഡയറക്ഷനിലേക്ക് തമ്പ് പിടിക്കുക. ദെൻ ഏത് ഡയറക്ഷനിലാണോ മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത്, സോ മാഗ്നറ്റിക് ഫീൽഡ് എപ്പോഴും നോർത്ത് ടു സൗത്ത് ആയിരിക്കും. സോ നോർത്ത് ടു സൗത്ത് നമ്മുടെ ഫോർ ഫിംഗർ വെക്കുക. ദെൻ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മിഡിൽ ഫിംഗർ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് കറണ്ട് കിട്ടും. ക്ലിയർ? സോ എല്ലാവരും ഈ പിക്ചറിലേക്ക് നോക്കൂ. ഇവിടെ നോർത്ത് ടു സൗത്ത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പാസ് ചെയ്യുന്നുണ്ട്. ദെൻ ഇവിടെ നമുക്ക് മാക്സിമം ഇൻഡ്യൂസ്ഡ് കറണ്ട് കിട്ടാൻ നമ്മൾ ഏത് ഡയറക്ഷനിലേക്കാണ് കണ്ടക്ടർ മൂവ് ചെയ്യിപ്പിക്കേണ്ടത്? പെർപെൻഡിക്കുലർ ഡയറക്ഷൻ അല്ലെ? അതാണ് ഫ്ലെമിംഗ് കണ്ടുപിടിച്ചിട്ടുള്ളത്. ഫ്ലെമിംഗ് എന്താ പറഞ്ഞിട്ടുള്ളത്? മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു കണ്ടക്ടർ മൂവ് ചെയ്താൽ അവിടെ മാക്സിമം ഇലക്ട്രിസിറ്റി ഇൻഡ്യൂസ് ചെയ്യും. മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ മീൻസ് അപ്പ് ആൻഡ് ഡൗൺ, ഇസ്ന്റ് ഇറ്റ്? സോ നമ്മൾ അപ്പ് ഡയറക്ഷനിലേക്ക് മുകളിലേക്ക് കണ്ടക്ടർ മൂവ് ചെയ്യിപ്പിച്ചാൽ ഫ്ലെമിംഗ്സ് റൈറ്റ് ഹാൻഡ് റൂള് പ്രകാരം ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഏത് ഡയറക്ഷനിലേക്കായിരിക്കും? പുറത്തേക്കായിരിക്കും അല്ലെ? നമ്മുടെ മിഡിൽ ഫിംഗർ ഓട്ടോമാറ്റിക്കലി പുറത്തേക്കാണ് ഡയറക്റ്റ് ചെയ്യുക അല്ലെ? സോ ഇതിൽ കാണിച്ചിരിക്കുന്ന പോലെ ആയിരിക്കും ഡയറക്ഷൻ ഓഫ് കറണ്ട് ഉണ്ടായിരിക്കുക. ദെൻ ഇനി കണ്ടക്ടർ ഡൗൺവാർഡ് ആയിട്ട് മൂവ് ചെയ്യിപ്പിച്ചാലോ? സോ നമ്മുടെ തമ്പ് നേരെ താഴേക്ക് ഡയറക്റ്റ് ചെയ്യും അല്ലെ? ഡൗൺവാർഡ്സ്. സോ അപ്പോഴും മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ സെയിം ആണ്, നോർത്ത് ടു സൗത്ത് ആണ്. ദെൻ മിഡിൽ ഫിംഗർ അപ്പോൾ എങ്ങോട്ടായിരിക്കും ഡയറക്റ്റ് ചെയ്യുക? ഉള്ളിലോട്ട് അല്ലെ? ദാറ്റ് ഈസ് ഇവിടെ ഫിഗറിൽ കാണുന്നതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും കറന്റ് ഫ്ലോ ചെയ്യുക, ഇസ്ന്റ് ഇറ്റ്? സോ മിഡിൽ ഫിംഗർ ഉള്ളിലോട്ടായിരിക്കും. ക്ലിയർ? സോ കണ്ടക്ടറിന്റെ മൂവ്മെന്റിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്താലും അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്താലും ഇൻഡ്യൂസ് ചെയ്യുന്ന കറന്റിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യും. ക്ലിയർ? സോ ഇവിടെ മാഗ്നറ്റിക് പോൾസ് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടില്ല. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ സെയിം ആണ്. നോർത്ത് പോളും സൗത്ത് പോളും നമ്മൾ മാറ്റി വെച്ചിട്ടില്ല. നോർത്ത് പോളും സൗത്ത് പോളും നമ്മൾ കോൺസ്റ്റന്റ് ആയി പെർമനന്റ് ആക്കി വെച്ചു. ദെൻ നമ്മൾ എന്താ ചേഞ്ച് ചെയ്ത്? കണ്ടക്ടറിന്റെ മൂവ്മെന്റ് ആണ് ചേഞ്ച് ചെയ്ത്. ആദ്യം നമ്മൾ അപ്വാർഡ്സ് ഡയറക്ഷനിലേക്കാണ് കണ്ടക്ടർ മൂവ് ചെയ്ത് അല്ലെ? സോ തമ്പ് മുകളിലോട്ട് ഡയറക്റ്റ് ചെയ്യും അല്ലെ? കണ്ടക്ടറിന്റെ മോഷൻ മുകളിലോട്ടാണ്. സോ തമ്പ് മുകളിലോട്ട് വെക്കുക. ദെൻ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഫോർ ഫിംഗർ ആണ്. സോ ഫോർ ഫിംഗർ നോർത്ത് ടു സൗത്ത് വെക്കുക. സോ നമ്മുടെ മിഡിൽ ഫിംഗർ ഓപ്പൺ ചെയ്താൽ അത് ഓട്ടോമാറ്റിക്കലി എങ്ങോട്ടായിരിക്കും? ഔട്ട് ഓഫ് ദി നോട്ട്ബുക്ക് അല്ലെ? നോട്ട്ബുക്കിന് പുറത്തേക്ക് അല്ലെ? പുറത്തോട്ടായിരിക്കും ഡയറക്റ്റ് ചെയ്യുന്നത്. സോ നമ്മുടെ കറന്റിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാ? പുറത്തോട്ട്. ഇൻഡ്യൂസ്ഡ് കറന്റിന്റെ ഡയറക്ഷൻ പുറത്തോട്ട്. ദെൻ ഇനി നമ്മുടെ കണ്ടക്ടർ നമ്മൾ ഡൗൺവാർഡ്സ് ആണ് മൂവ് ചെയ്യിപ്പിക്കുന്നെങ്കിലോ? സോ തമ്പ് നേരെ താഴേക്ക് നിൽക്കും. അതുപോലെ തന്നെ നോർത്ത് ടു സൗത്ത് നമ്മുടെ ഫോർ ഫിംഗർ വെക്കുക. ദെൻ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മിഡിൽ ഫിംഗർ ഓപ്പൺ ചെയ്യുമ്പോൾ മിഡിൽ ഫിംഗർ ഉള്ളിലോട്ടായിരിക്കും, ഇൻസൈഡ് ദി നോട്ട്ബുക്ക് അല്ലെ? സോ ഉള്ളിലോട്ടായിരിക്കും കറന്റിന്റെ ഡയറക്ഷൻ. ദാറ്റ് ഈസ് നേരത്തെ പ്രൊഡ്യൂസ് ചെയ്ത ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും കറന്റ് പ്രൊഡ്യൂസ് ചെയ്യുക. ക്ലിയർ? സോ എല്ലാവർക്കും ഫ്ലെമിംഗ്സ് റൈറ്റ് ഹാൻഡ് റൂള് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇമ്പോർട്ടന്റ് ആണ്. സോ ഇനി ഈ റൂള് വെച്ചിട്ടാണ് നമ്മൾ ഇൻഡ്യൂസ്ഡ് ഇ എം എഫിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കുക. സോ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, എല്ലാവരും ചെയ്തു നോക്കുക. ക്ലിയർ? സോ വി ക്യാൻ എൻ്റർ ടു ദി നെക്സ്റ്റ് ടോപ്പിക് ഓർ സെക്കൻഡ് ടോപ്പിക്, ആൾട്ടർനേറ്റിംഗ് കറന്റ്, ദാറ്റ് ഈസ് എ സി ആൻഡ് ഡയറക്റ്റ് കറന്റ്, ദാറ്റ് ഈസ് ഡി സി. Okay. So there is two activities in our textbook. Our first activity is that there is a circuit diagram. There is 1.5 volt battery, isn't it? Then 6000 ohm resistance and a galvanometer, then a switch. Clear? The galvanometer, cell, resistor and switch are connected in series, isn't it? Circuit is switched on. When the circuit is switched on, movement of galvanometer needle is towards unidirection only, right or left. So galvanometer ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ മാത്രമേ മൂവ് ചെയ്യുള്ളൂ. ക്ലിയർ? ദാറ്റ് ഈസ് ഇൻ ദിസ് സർക്യൂട്ട് ഡയഗ്രാം വി യൂസ്ഡ് എ DC വോൾട്ടേജ് സോഴ്സ്, ദാറ്റ് ഈസ് എ ബാറ്ററി. ഓക്കെ. സോ ഒരു ബാറ്ററിയിൽ നിന്ന് പുറത്തു വരുന്ന കറണ്ട് എന്ന് പറയുന്നത് ഡയറക്റ്റ് കറണ്ട് ആണ്. സോ electricity passes only from positive to negative. Okay, so the current is unidirection. Therefore the direction of movement of galvanometer needle is also unidirection. Clear? Then the activity 2 is the galvanometer is connected to a solenoid. A magnet is moved in and out continuously in the solenoid. So സോളിനോയിഡിനുള്ളിലേക്ക് നമ്മുടെ ബാർ മാഗ്നറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഉള്ളിലേക്കും പുറത്തേക്കും മൂവ് ചെയ്യിപ്പിക്കാം. ഓക്കെ.
ഇൻസൈഡ് ഓഫ് ദി സോളിനോയിഡ് ആൻഡ് ഔട്ട് ഓഫ് ദി സോളിനോയിഡ്. സോ കണ്ടിന്യൂ ആയിട്ട് മൂവ് ചെയ്യിപ്പിക്കുക. സോ ഇൻ ദ സോളിനോയിഡ് there induces a current, isn't it? So the direction of current is changes each time. That is, നമ്മൾ ബാർ മാഗ്നറ്റ് ആദ്യം ഉള്ളിലേക്കാണ് മൂവ് ചെയ്യിപ്പിച്ചിരുന്നെങ്കിൽ ഒരു ഡയറക്ഷനിലേക്കായിരിക്കും ഗാൽവനോമീറ്റർ മൂവ് ചെയ്യുക. ദെൻ അത് പുറത്തേക്ക് എടുക്കുമ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കായിരിക്കും മൂവ് ചെയ്യുക. ക്ലിയർ? സോ നമ്മുടെ ചാപ്റ്ററിന്റെ ഫസ്റ്റ് ഭാഗത്ത് നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്ത് അത് പ്രൂവ് ചെയ്താണ് അല്ലെ. സോ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കറന്റിന്റെ ഡയറക്ഷൻ ഓരോ സമയത്തും മാറിക്കൊണ്ടിരിക്കും അല്ലെ. ദാറ്റ് ഈസ് ബാർ മാഗ്നറ്റിന്റെ മൂവ്മെന്റിനനുസരിച്ച് ഇൻഡ്യൂസ് ചെയ്യുന്ന കറന്റിന്റെ ഡയറക്ഷനും മാറിക്കൊണ്ടിരിക്കും. ആദ്യം നമ്മൾ ബാർ മാഗ്നറ്റ് സോളിനോയിഡിന്റെ ഉള്ളിലേക്കാണ് പാസ് ചെയ്തെങ്കിൽ ഒരു സൈഡിലേക്കായിരിക്കും ഗാൽവനോമീറ്ററിന്റെ നീഡിൽ മൂവ് ചെയ്യുക. ദെൻ അത് പുറത്തേക്ക് മൂവ് ചെയ്യിപ്പിക്കുമ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഗാൽവനോമീറ്ററിന്റെ നീഡിൽ മൂവ് ചെയ്യുക. ദാറ്റ് ഈസ് അവിടെ സോളിനോയിഡിൽ ഇൻഡ്യൂസ് ചെയ്ത കറന്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ക്ലിയർ? സോ ഓരോ സമയത്തും അവിടെ ഇൻഡ്യൂസ് ചെയ്യുന്ന കറന്റിന്റെ ഡയറക്ഷൻ മാറും. അതിനനുസരിച്ച് ഗാൽവനോമീറ്ററിന്റെ നീഡിലെ ഡിഫ്ലക്ഷനും ചേഞ്ച് ചെയ്യും. ക്ലിയർ? ദെൻ എ കറന്റ് that flow only in one direction continuously is direct current, and current that changes direction at regular intervals of time is an alternating current. Clear? So കണ്ടിന്യൂസ് ആയിട്ട് സെയിം ഡയറക്ഷനിലാണ് ഒരു കറന്റ് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ അതിനെ ഡയറക്റ്റ് കറന്റ് എന്നും, അതുപോലെ തന്നെ റെഗുലർ ഇന്റർവെൽ ഓഫ് ടൈമിൽ കറന്റിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ആൾട്ടർനേറ്റിംഗ് കറന്റ് എന്നാണ് നമ്മൾ വിളിക്കുക. ക്ലിയർ? സോ ടുഡേ വി ആർ വൈൻഡപ്പിംഗ് അവർ ക്ലാസ്. സോ ഇന്നെടുത്ത ഭാഗം വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ എല്ലാവരും നോട്ട്സ് നന്നായി എഴുതിയെടുത്തിട്ട് നന്നായിട്ട് പഠിക്കുക. എല്ലാ ഫിഗറുകളും വരച്ചിട്ട് തന്നെ നിങ്ങൾ നോട്ട്സ് എഴുതിയെടുക്കുക. ഓക്കെ? സോ ദിസ് ഈസ് എ ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ഇൻ അവർ SSLC ഫിസിക്സ്. സോ എല്ലാവരും നന്നായിട്ട് സീരിയസ് ആയിട്ട് തന്നെ ചാപ്റ്റർ പഠിക്കുക. ഓക്കെ? അതുപോലെ തന്നെ നമ്മുടെ ഫിസിക്സിലെ ഏറ്റവും ലെങ്തി ചാപ്റ്റർ കൂടിയാണിത്. ഓക്കെ? സോ നിങ്ങൾ അപ് ടു ഡേറ്റ് ആയി നോട്ടൊക്കെ എഴുതി പഠിച്ചാലേ നമുക്ക് ഈ ചാപ്റ്റർ നന്നായിട്ട് മനസ്സിലാവുള്ളൂ. ഓക്കെ? സോ നമുക്ക് ഈ ചാപ്റ്ററിൽ ഫുൾ മാർക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ അപ് ടു ഡേറ്റ് ആയിട്ട് തന്നെ ഈ ചാപ്റ്റർ നോട്ടൊക്കെ എഴുതിയെടുത്ത് ക്ലാസ് കണ്ട് നോട്ടൊക്കെ എഴുതിയെടുത്ത് പഠിക്കണം. ഓക്കെ? സോ ഓൺ ദി നെക്സ്റ്റ് ക്ലാസ് വി വിൽ സ്റ്റാർട്ട് ഓർ നെക്സ്റ്റ് ടോപ്പിക് വിച്ച് ഈസ് അപ്ലിക്കേഷൻസ് ഓഫ് EMI, that is electromagnetic induction. സോ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷന്റെ അപ്ലിക്കേഷൻസ് ആണ് നമ്മൾ ഇനി നെക്സ്റ്റ് ചാപ്റ്ററിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ? സോ വെരി വെരി ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ ഇന്ന് എടുത്ത കാര്യങ്ങൾ നന്നായി അറിഞ്ഞാലേ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് നന്നായിട്ട് ക്ലിയർ ആവുള്ളൂ. സോ സീ യു ഓൺ ദി നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.